എന്തുമാ എന്തുമാ തോട് കഴിച്ചല്ലോ, വയറുമുട്ടി തോട് കഴിച്ചല്ലോ മണിമോനെ. തോട് കഴിച്ചല്ലോ, വയറുമുട്ടി തിക്കം കഴിച്ച് തോട് കഴിച്ച് രാവിലെ പാല് കുടിച്ച് സുന്ദരനായല്ലോ മോന്. ഇവിടെ തക്കു വാവുറങ്ങ, ഇങ്ങനെ വാവുറങ്ങ കുട്ടിയോള്. ഇവൻ്റെ പേര് മണീന്നാണ് കേട്ടാ. ഇവന് ഞാനിട്ട പേരാണ് മണീന്ന്. ഞങ്ങളിവിടെ ഈ വാടക വീട്ടിൽ വന്ന സമയത്ത് ഇവനും ഇവൻ്റെ കൂടെ ഇതേപോലെ കളറിൽ ഒരുത്തനും കൂടി ഉണ്ടായിരുന്നു. അവനെ പിന്നെ കാണാനില്ലായിരുന്നു. പക്ഷെ അന്ന് ഇവനൊക്കെ എവിടുന്നോ വന്നതേന്ന് കേട്ടോ. ഈ മാറ്റ് ഇട്ടപ്പോഴത്ത് എങ്ങനെയോ മാറി വന്നതേന്ന് ഇവരൊക്കെ. അന്ന് ഇവൻ്റെ കഴുത്തിലൊരു ബെൽറ്റ് ഉണ്ടായിരുന്നു. അതെല്ലാം കഴുത്തിൽ ഭയങ്കര ചുറ്റി കുടുങ്ങിയിട്ട് കഴുത്തെ അഴുകി പോകാൻ നിലയിലായിരുന്നു. അങ്ങനെ ഞാനതൊക്കെ എടുക്കാൻ വേണ്ടി കുറേ ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ പറ്റിയില്ല. അങ്ങനെ പിന്നെ കുറേ ആൾക്കാർ ഇവനെ രക്ഷപ്പെടുത്താൻ നോക്കി കാട്ടിൽ. ഞാനുണ്ട് അങ്ങനെ ഞങ്ങളെ പോലെ ഒരാളുണ്ടായിരുന്നു തൊട്ടപ്പുറത്ത് വീട്ടിൽ. ഇതേപോലെ വെളിയിൽ കൊടുക്കുന്ന എല്ലാവർക്കും ഫുഡ് കൊടുക്കാൻ. ഇവർക്ക് മാത്രമല്ല, പശുവിനും ആടിനെല്ലാം ഫുഡ് കൊടുക്കുന്ന ചേട്ടനുണ്ടായിരുന്നു. അവനെ തോന്നുന്നു ഇവൻ അവർ വീട്ടിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ടേ കഴുത്തത്തെ ബെൽറ്റെല്ലാം ക്ലീൻ ചെയ്ത് കൊടുക്കുന്നു. ഇവൻ്റെ പേര് സ്കൂബി കേട്ടോ. തൊട്ട നേരാ ഗേറ്റ് കാണില്ല, ഗേറ്റിൻ്റെ വീട്ടിലുള്ളവനാട്ടോ. പക്ഷെ അവനക്ക് എപ്പോഴും ഇവിടെയാണ് ഭയങ്കര സ്നേഹം, വന്ന് കിടക്കൽ കളിക്കൽ. ഇത് ഇവനാണ് അവൻ്റെ ഗേൾ ഫ്രണ്ട്, പിന്നെ മണിയാണ് അവൻ്റെ ഫ്രണ്ടാണ്. അങ്ങനെ 3 പേര് കൂടി ചേർന്ന് തന്നെ കടിക്കലും കളിയും. അങ്ങനെ കുരുത്തക്കേട് ചെയ്യുന്നത് 3 പേരും ഒരുമിച്ച് തന്നെ കേട്ടോ. കാരണം ഇവിടെ ആടുകൾ നിറയെ, ഇങ്ങനെ തമിഴ്നാട്ടിലായതുകൊണ്ട് ആടിനൊന്നും കെട്ടിയിട്ട് വളർത്തൂല, മെയ്യാൻ വിടുകയും ചെയ്യുക. അപ്പോൾ ആ സമയത്ത് ആടുകളൊക്കെ പിടിക്കും. അതൊക്കെ ഭയങ്കര കംപ്ലൈൻറ്റ് ചെയ്യുന്നു. അങ്ങനെ വിഷം വെച്ചതിൽ മണീനെ അങ്ങനെ രക്ഷപ്പെടുത്തിയതായിരുന്നു. അങ്ങനെ രക്ഷപ്പെട്ട് വന്നവനാണ്. അതേപോലെ ഒരിക്കൽ ഇവിടെ പന്നിക്കുരുക്ക് കാലിൽ പെട്ട് ഒരു 2 മാസത്തോളം അവൻ നടന്ന്. അത് പഴുക്കാതെ തന്നെ വലിയ ഭാഗ്യമാണ് അവന്. കുറേ ദിവസം പഴുക്കാതെ അത് 3 കാല് മാത്രം ഓടിയിട്ട് ആ കാലിൽ കമ്പി ഇട്ട കുടുങ്ങിയ ഭാഗം അത് മാത്രം പൊന്തിച്ചും കൊണ്ട് അവൻ ഓടിയിരുന്നത്. ഒരുപാട് പേര് അവനെ രക്ഷപ്പെടുത്താൻ നോക്കി. ഞാനേ ഇവിടുന്ന് ഗ്ലൗസ് കൊണ്ടുപോയി, ഞാൻ ജോലി ചെയ്യുന്ന കടയിൽ നിന്ന് ഗ്ലൗസ് കൊണ്ടുപോയി. പിന്നെ ഇവിടെ നിന്ന് തന്നെ പൈസക്ക് വല വാങ്ങിയിട്ട് യൂട്യൂബിൽ നോക്കിയിട്ട് ഈ ഡോഗിനൊക്കെ റെസ്ക്യൂ ചെയ്യുന്ന ആൾക്കാർ ഒരു വല പോലെ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ കമ്പിയിൽ, അതേപോലെ സെറ്റ് ചെയ്ത് അങ്ങനെയാണ് ഞാൻ ഇവനെ രക്ഷപ്പെടുത്താൻ നോക്കി. പക്ഷേ അപ്പോഴും എനിക്ക് രക്ഷപ്പെടുത്താൻ പറ്റിയില്ല. പിന്നെ ഒരു ദിവസം ഞാൻ ലീഷ് ടാക്ക് എന്നുള്ള ഒരു ചേട്ടൻ്റെ യൂട്യൂബ് ചാനലുണ്ടല്ലോ, അവരെ യൂട്യൂബ് ചാനലിൽ നോക്കിയപ്പോൾ അവർ ഡോഗിനെ പിടിക്കുന്നത് ലീഷ് വെച്ചിട്ടൊരു ഡിഫറെൻ്റാണ് ലോക്ക് ചെയ്ത് ഇങ്ങോട്ട് അവർ പിടിക്കും. ഇവൻ എപ്പോഴും എന്നോട് കുറച്ച് രാവിലെ എപ്പോഴും സംസാരിക്കുക വരുന്നൊരു സമയം നോക്കിയിട്ട് ഇവൻ തല കുഞ്ഞിട്ടാണ് എപ്പോഴും എന്നോട് സംസാരിക്കുക. ആ സമയം നോക്കിയിട്ട് ഇവൻ്റെ കഴുത്തിൽ ഞാൻ ലോക്ക് ഇട്ടു. അങ്ങനെ പിന്നെ ഡോക്ടർ വന്ന് ഇവനെ രക്ഷപ്പെടുത്തി മയക്കൂസിയിട്ട്. ഒരു മയക്കൂസി കേട്ട് കഴിഞ്ഞാൽ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് എത്ര മയക്കത്തിലും നമ്മൾ പേര് വിളിക്കുമ്പോൾ ഒരു വാലിങ്ങിട്ട് ആടുന്നത് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അവനിങ്ങനെ കിടക്കണതൊക്കെ കാണുമ്പോഴേ. അങ്ങനെ രക്ഷപ്പെടുത്തിയിട്ട് കൊണ്ടുവന്ന പയ്യനാണ് ഇപ്പോൾ ഏരിയത്തെ കിങ്ങാണ്. എല്ലാവരെയും വിറപ്പിക്കൽ, കോഴീനെ വിറപ്പിക്കൽ, ആടിനെ വിറപ്പിക്കൽ, പശുവിനെ വിറപ്പിക്കൽ, പന്നീനെ ഓട്ടിക്കൽ, ഇതൊക്കെയാണ് ഇപ്പോൾ മെയിൻ ജോലി. കൂട്ടത്തിന് അപ്പുറത്ത് ഇവിടുത്തെ സ്കൂബി ഉണ്ടാവും, പിന്നെ ഇവൻ്റെ ഗേൾ ഫ്രണ്ട് അമ്മുക്കുട്ടി ഉണ്ടാവും. അങ്ങനെ എല്ലാം കൂടി ചേർന്നുള്ളൊരു കലാപരിപാടിയാണ് 3 പേര് കൂടി നടത്തുന്നത്. പിന്നെ നമ്മൾ ഇരിക്കണ വരയ്ക്കും മക്കളൊക്കെ ഞങ്ങൾ ഫുഡ് കൊടുക്കാറുണ്ട്. പിന്നെ ഇവളെ പേരാട്ടാ ഇപ്പോൾ പറഞ്ഞില്ല, മണീൻ്റെ ഗേൾ ഫ്രണ്ടാണ്. അമ്മുക്കുട്ടി എന്നൊക്കെ ഞാട്ട പേരാട്ടാ. ഇവളെ കൂടെ മൊത്തം 6-7 പേരുണ്ടായിരുന്നു. അത്ര പേര് വിഷം വെച്ച് കൊന്ന്. ഇവള് മാത്രം ആ ഫുഡ് കഴിക്കാത്തതുകൊണ്ട് രക്ഷപ്പെട്ടതാണ്. ഇതൊക്കെ തൊട്ടപ്പുറത്ത് വിട്ടത്തെ കുട്ടികളാട്ടാ. ഇതിലും ഈ കണ്ണ വെള്ളയും ഈ കറുപ്പും ബ്രൗണൊക്കെ വിഷം വെച്ച് മരിച്ചിട്ടുണ്ടായിരുന്നു. പാവങ്ങളാണ്. എങ്ങനെ വിഷം വെക്കാൻ തോന്നുന്നത് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഇവളെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ ഇവള് ഫുഡ് അത്ര കഴിക്കില്ല, ആരോട് സംസാരിക്കാനേ പോവില്ല. എന്നോട് മാത്രമേ സംസാരിക്കുള്ളൂ. ഞാൻ കൊടുത്ത ഫുഡ് മാത്രമേ അവൾ കഴിക്കാനുള്ളൂ. പിന്നെ തൊട്ടപ്പുറത്ത് വീട്ടിൽ കൊടുത്താലും. കാരണം വിഷത്തിൽ കൊടുക്കുമ്പോൾ അതിൽ പ്രത്യേക സ്മെല്ലുണ്ടാവുമല്ലോ. പിന്നെ അവരെ മനസ്സിലാക്കി തോന്നുന്നുണ്ട്. നമ്മൾ ആ ഫുഡ് കഴിച്ചതിൻ്റെ ശേഷമാണ് അവൻ്റെ മക്കൾ, അവൻ്റെ അമ്മ, കൂടെപ്പിറപ്പുകളെല്ലാം മരിച്ചെന്നൊരു ഫീൽ അവർക്ക് വരുമോ തോന്നുന്നു. ഇതൊക്കെ ഞാൻ വിളിക്കുമ്പോൾ അപ്പുറത്ത് വീട്ടിൽ കുട്ടികൾ ഓടി വരുന്നതാണ്. നമ്മൾ വാതിൽ തുറക്കാൻ കണ്ടാൽ ഓടി വരും. എനിക്കെന്തോ എല്ലാത്തിനോടും ഭയങ്കര സ്നേഹമാണ്. ഇതിനോട് മാത്രമല്ല കേട്ടോ, മനുഷ്യന്മാരൊഴികെ. കാരണം അവരെ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ.
ഇവരെ നമ്മൾ 100-ൽ 100 വിശ്വസിക്കാം. നമ്മളെ കൂടെ മരണം വരെ സന്തോഷമായിട്ടിരിക്കും. എന്നെക്കൊണ്ട് കഴിയുന്നവരെയൊക്കെ ഞാൻ അവരെ ഹെൽപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും.